കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ നാടകീയ മാറ്റം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. കെപിസിസിയുടെ നിർദ്ദേശം അംഗീകരിച്ചതായി രാഹുൽ കേരളത്തിലെ നേതാക്കളെ അറിയിച്ചു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പിന്മാറാൻ തയ്യാറാണെന്ന് നിയുക്ത സ്ഥാനാർത്ഥി ടി സിദ്ദീഖ് പ്രഖ്യാപിച്ചു. വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം രാഹുലിനോട് സംസാരിച്ചതായും അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും സ്ഥിരീകരിച്ചു. തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നോമിനേഷന്റെ ഒക്കെ സാഹചര്യം വരുന്ന അവസരത്തിൽ കേരളത്തിൽ കൂടി മത്സരിക്കണം, അത് വയനാടായിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇതല്ലല്ലോ, ഇത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം എന്ന നിർദ്ദേശം പൊതുവെ വന്നു. ആ നിർദ്ദേശം വന്നപ്പോഴാണ് കേരളത്തിൽ നിന്നാകുമ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു നിയോജക മണ്ഡലം വയനാടാണ്. വയനാട്ടിൽ ഇപ്പം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. എന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ BJP പരാജയപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. BJPക്കെതിരെയുള്ള ശക്തമായ നീക്കമാണ് രാജ്യത്തെ മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഹുൽ ഗാന്ധി മത്സരിച്ച അമേത്തി അടക്കം 2 സീറ്റുകൾ നേരത്തെ തന്നെ അവിടെ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സഖ്യം, ഏറ്റവും പ്രധാന ശക്തി SP-യും BSP-യും കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതവരുടെ മഹത്വം. യോജിപ്പും ധാരണയൊന്നും ഉണ്ടായില്ലെങ്കിലും നിങ്ങൾ 2 പേര് മത്സരിക്കുന്നതാണ്, നിങ്ങൾ തന്നെ മത്സരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചത് അവരുടെ മഹത്വമാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാന ശക്തി ഏത്? ഉത്തർപ്രദേശിലെ പ്രധാന ശക്തി BSP-യും SP-യും കൂടിയാണ് എന്നതിൽ തർക്കമില്ല. കേരളത്തിലെ പ്രധാന ശക്തി ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കേരളത്തിൽ BJP-യോട് മത്സരിക്കാനല്ല വരുന്നത്, ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണ്. ഈ ഒരു നില ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്തക്ക് ചേർന്നതാണോ എന്നത് കോൺഗ്രസ് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വഴിക്ക് നടക്കും. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നതുകൊണ്ട് ആ പോരാട്ടത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമെന്നൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ നേരിടുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാജ്യത്തിന് നൽകുന്ന സന്ദേശമെന്ത്? BJP അല്ല, ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടത് എന്ന സന്ദേശമാണ് ഇതിലൂടെ രാജ്യത്ത് നൽകുന്നതിനിടയാക്കുക. അത് ശരിയാണോ? സ്വയം ആലോചിക്കട്ടെ. ബാക്കി സ്ഥാനാർത്ഥി ഏത് വന്നാലും ഞങ്ങൾ സ്വാഭാവികമായിട്ടും നേരിടുന്നുണ്ട്. ആ നേരിടൽ നടക്കും. LDF സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അവരുടെ നേതാക്കൾ പറയുന്നത് രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ LDF വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നാണ്. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് മത്സരിച്ചിട്ടില്ലേ കാണാൻ പറ്റും. തെരഞ്ഞെടുപ്പ് രംഗമാണല്ലോ. ഇവിടെ കേരളമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണെല്ലാം. ആ നിലക്ക് അത് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് എന്ത് സന്ദേശം ഇത് നൽകും അത് കോൺഗ്രസ് ആലോചിക്കണമെന്നാണ്. ദേശവ്യാപകമായുള്ള മതേതര ശക്തികളുടെ കൂട്ടായ്മ ഈ രാഹുലിൻ്റെ നീക്കം തകർക്കും എന്നാണ് ഞാൻ പറഞ്ഞതിലെല്ലാം അടങ്ങിയല്ലോ. നിങ്ങളൊരു പ്രവൃത്തി എന്ത് സന്ദേശമാണ് നൽകുക, അതാണ് പ്രധാനം, മറ്റു കാര്യങ്ങളല്ല. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന് ആരോടാണ് മത്സരിക്കുന്നത്? ആ മത്സരം ഇടതുപക്ഷത്തോടാണ്. അത് നൽകുന്ന സന്ദേശം ദേശവ്യാപകമായി എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ദക്ഷിണേന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലക്കാണ് കോൺഗ്രസ് അതിനിപ്പം പറയുന്നത്. കേരളത്തിലെ നിർണായക ശക്തി LDF ആണ്. LDFനോട് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കും എന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ നാടകീയ മാറ്റം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. KPCCയുടെ നിർദ്ദേശം അംഗീകരിച്ചതായി രാഹുൽ കേരളത്തിലെ നേതാക്കളെ അറിയിച്ചു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പിന്മാറാൻ തയ്യാറാണെന്ന് നിയുക്ത സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പ്രഖ്യാപിച്ചു. വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം രാഹുലിനോട് സംസാരിച്ചതായും അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, വളരെ അപ്രതീക്ഷിതമായി വന്ന ഒരു വാർത്ത തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. രാഹുൽ മത്സരിക്കുമെന്ന് അറിയിച്ചതായി നേതാക്കൾ പറയുന്നുണ്ട്, കേരളത്തിലെ നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ AICC ഇത് അന്തിമമായ ഒരു തീരുമാനമായിട്ടില്ല എന്നാണ്, അത്തരത്തിലൊരു നിലപാടാണ് AICCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതേ ചൊല്ലി ഇനി വരാനിരിക്കുന്ന വാർത്തകൾ എന്തെല്ലാമാകും? ഒരു പ്രഖ്യാപനം അത് നമ്മൾ എപ്പോൾ പ്രതീക്ഷിക്കണം? അമീന, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു കഴിഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നേതാക്കളെയും മുസ്ലിം ലീഗിൽ നിന്ന് തങ്ങളെയും വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത് AICC ആണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രഖ്യാപനം ഔദ്യോഗികമായി വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്താൻ കേരളത്തിലെ നേതാക്കൾക്ക് കഴിയില്ല. എന്നാൽ കേരള നേതാക്കൾ അറിഞ്ഞ വിവരം ആ ഒരു വലിയ സന്തോഷം, അവരുടെ ആവേശം മുഴുവൻ അവരുടെ വാക്കുകൾ വ്യക്തമായിരുന്നു. പിന്നീട് അതിനപ്പുറത്തേക്ക് ആരാണ് ഇത് ആദ്യം കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുന്നത്, ആരുടെ അക്കൗണ്ടിലേക്ക് എത്തണം എന്നുള്ളൊരു വാശി കേരളത്തിലെ 3 നേതാക്കൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയാതെ പറഞ്ഞു വെച്ചത്. ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം എന്നടക്കം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വരിക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കേരളത്തിലെ പ്രധാന നേതാക്കൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരുന്നു, ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അന്ന് അനുകൂലമായോ പ്രതികൂലമായോ ഏതെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നോ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ നേതാക്കൾക്ക് ഇത്തരമൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വയനാട് സീറ്റിന് വേണ്ടി, ഇത്രത്തോളം വയനാട്ടിലെ ഒറ്റ സീറ്റിന് വേണ്ടിയാണ് കേരളത്തിലെ ഗ്രൂപ്പ് തിരിഞ്ഞ ഉമ്മൻചാണ്ടി IA ഗ്രൂപ്പുകൾ ഇത്രയേറെ തർക്കത്തിലേക്ക് നീങ്ങിയതും ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ കടുത്ത വാശിക്ക് മുന്നിൽ I ഗ്രൂപ്പിന് വഴങ്ങേണ്ടി വന്നതും. ഈ അവസാന നിമിഷം ഇന്നാണ് ഇവർക്ക് ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പ് കിട്ടുന്നത്. ആ അറിയിപ്പ് അവർ പൊടുന്നതിനെ തന്നെ ആ അറിയിപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കൈമാറുകയായിരുന്നു. ഇനി പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അമേഠിയിലെ പരാജയ ഭീതിയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വയനാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുമുന്നണിക്കാവും. ബാക്കി 19 മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകർ വയനാട്ടിൽ കേന്ദ്രീകരിക്കുന്നത് LDFന് തുണയാകും. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെത്തിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. രാഹുൽ ഗാന്ധി അമേത്തി വിട്ട് വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ തോൽവി സമ്മതിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഇത് ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിക്കെതിരായൊരു തിരിച്ചടിയാണ്. അവരുടെ ആത്മവിശ്വാസം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നതാണ് അമേത്തിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ഈ സ്ഥാനാർത്ഥിത്വം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വയനാട്ടിൽ ശക്തമായ മത്സരം ഇടതുപക്ഷ മുന്നണിക്ക് നടത്താൻ സാധിക്കും. ഇടതുപക്ഷ മുന്നണി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഭയപ്പെടുന്നില്ല. 19 മണ്ഡലത്തിലുള്ള കോൺഗ്രസ്സുകാരും വയനാട്ടിലേക്ക് വരും. മറ്റ് മണ്ഡലം ഞങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. 2 മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഒന്ന് അമേത്തിയും വയനാട്ടിലും. ഈ 2 സ്ഥലത്തും ജയിച്ചാൽ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം രാജിവെക്കും. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ട ബാധ്യതയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അമേഠിയിൽ തോൽക്കുമെന്ന ഭയം കൊണ്ടാണോ രാഹുൽ വയനാട്ടിലേക്ക് വരുന്നത്? രാഹുലാണ് സ്ഥാനാർത്ഥിയെങ്കിൽ LDF പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും. 2014 രാഹുൽ മത്സരിച്ചിട്ടും UPയിൽ ഒരു തരംഗവും ഉണ്ടായില്ല. ദേശാടന പക്ഷികൾ കാലാവസ്ഥ മോശമാകുമ്പോൾ കേരളത്തിലേക്ക് വരുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ വരവെന്നും കാനം പരിഹസിച്ചു. ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും അവർ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ, ആ തർക്കങ്ങൾക്കൊരു പരിഹാരമായിട്ട് 2 ഗ്രൂപ്പിലും ഇല്ലാത്ത എന്നാൽ 2 ഗ്രൂപ്പുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ നിർദ്ദേശിച്ചതാണോ എന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2-ൽ അല്ലേ രാഹുൽ ഗാന്ധി? സ്വാഭാവികമായിട്ടും UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. ആ സ്ഥാനാർത്ഥിയെ എതിർക്കുക എന്നത് ഞങ്ങളുടെ നിലപാടാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ അതീവ സന്തോഷമെന്ന് MI ഷാനവാസിന്റെ പത്നി ജുബീരിയത്ത് ബീവി. കുടുംബസമേതം പ്രചാരണത്തിന് പോകും. മകൾ മത്സരത്തിനില്ലാത്തതിന്റെ ദുഃഖവും രാഹുലിന്റെ വരവോടെ മാറിയെന്നും ജുവേരിയത്ത് ബീവി പ്രതികരിച്ചു. N ശ്രീനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് മണ്ഡലത്തെ ഇതിനു മുമ്പ് പ്രതിനിധീകരിച്ചത് ശ്രീ MI ഷാനവാസാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാനായി എത്തുന്നത്.
ശ്രീ എം.എ. ഷാനവാസിൻ്റെ പത്നി ജുബൈരത്ത് ബീഗം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഈ സന്തോഷ നിമിഷം പങ്കുവയ്ക്കുന്നു. എന്താണ് തോന്നുന്നത് ഇപ്പോൾ? ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം. സ്ഥാനാഭികാമിയായിട്ട് രാഹുൽ വരുന്നത് ഭയങ്കര അഭിമാനമാണ്. ഞങ്ങൾ രാഹുലിൻ്റെ ഇവിടെ ഞങ്ങളുടെ കുടുംബം മൊത്തം എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എല്ലാ രീതിയിലും ഭയങ്കര അഭിമാനമാണ് ഞങ്ങൾക്ക്. സത്യം ഇത് അറിഞ്ഞപ്പോഴെന്താണ് തോന്നിയത്? പെട്ടെന്ന് സത്യം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഫസ്റ്റ് ഞാൻ അറിഞ്ഞപ്പോൾ ഭയങ്കര ടി വിയിൽ എഴുതി കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായി. സാറിന് ഇത്രയും ഞങ്ങൾ ഷാനവാസ് ഇത്രയും ഒരു സ്ഥലത്തല്ലേ സാറ് നിന്നത്. 1,53,500 എത്രയോ കൊണ്ടാണ് സാറ് ജയിച്ചത്. ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരിക എന്ന് വെച്ചാൽ അതിൽപ്പോൾ സന്തോഷം എത്തിരിക്കും ഞങ്ങൾക്ക്. രാഹുലിന്റെ ഭൂരിപക്ഷം അതിലും വർദ്ധിക്കും. എന്താണ് കരുതുന്നത്? വർദ്ധിക്കും, ഉറപ്പ്. ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തം സപ്പോർട്ട് ഉണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് പോകുന്നുണ്ടോ? എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. പക്ഷേ സാറോളം പോയിട്ടില്ല, ഇതുവരെ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇനി എനിക്കൊന്ന് ആഗ്രഹമുണ്ടെന്ന് പോയാൽ കൊള്ളാമെന്ന്. കുടുംബസമേതം പോകാനാണോ പരിപാടി? ഉറപ്പ് പോകും, ഉറപ്പായിട്ട് പോകും. ഫസ്റ്റ് വരുമ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് തന്നെ വരുമ്പോൾ പോയി കണ്ട് അനുഗ്രഹിക്കണം. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ തന്നെ BJP സ്ഥാനാർത്ഥി. BJP തിരഞ്ഞെടുപ്പ് സമിതിയാണ് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷി പറഞ്ഞതുപോലെ വളരെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പത്തനംതിട്ടയിൽ സുരേന്ദ്രന്റെ പേര് തന്നെ വന്നിരിക്കുന്നു. എപ്പോഴായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്? അമീന, ദിവസങ്ങൾ നീണ്ട ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനുമാണ് ഇപ്പോൾ വിരാമമാകുന്നത്. BJP പ്രവർത്തകരുടെ നിരാശ ഒന്നടങ്കം മാറ്റുന്ന തരത്തിലുള്ള ഒരു സമീപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി, BJPയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നു. പത്തനംതിട്ടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് അല്പസമയം മുമ്പാണ് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയത്. ഈ പട്ടികയിൽ ഉത്തർപ്രദേശിൽ നിന്ന് അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയുണ്ട്. ഇങ്ങനെ 11 പേരുടെ പട്ടികയിലാണ് കേരളത്തിൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനായിരിക്കും സ്ഥാനാർത്ഥി എന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിവെച്ച മണ്ഡലമായിരുന്നു പത്തനംതിട്ട എന്നത്. BJPയെ കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ അവകാശവാദവുമായി 4 നേതാക്കളായിരുന്നു രംഗത്തെത്തിയത്. അതിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ PA ശ്രീധരൻപിള്ള, ജനറൽ സെക്രട്ടറിമാരായ കെ സുരേന്ദ്രൻ, ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് മുൻപ് ജനവിധി തേടിയിട്ടുള്ള MT രമേശ് 1,38,000 വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ആളായിരുന്നു MT രമേശ്. അതോടൊപ്പം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്നിങ്ങനെ 4 പേരായിരുന്നു സ്ഥാനാർത്ഥിത്വ അവകാശവാദവുമായി എത്തിയത്. എന്നാൽ അൽഫോൺസ് കണ്ണന്താനത്തെ മത്സരിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമ്പോഴും പത്തനംതിട്ട നൽകില്ല എന്ന നിലപാട് സ്വീകരിച്ച് അദ്ദേഹം പിന്മാറുകയായിരുന്നു. MT രമേശിന് സംഘടനാപരമായി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുവാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുകയും ചെയ്തു. പിന്നീട് PA ശ്രീധരൻപിള്ളയോ അതെയോ കെ സുരേന്ദ്രനോ എന്ന സംശയമായിരുന്നു നെടിലിച്ചത്. അവിടെ മതസാമുദായിക പിന്തുണ തനിക്കാണ് എന്ന അവകാശവാദമായിരുന്നു PA ശ്രീധരൻപിള്ള ഉന്നയിച്ചത്. NSSന്റെ പൂർണ്ണമായ പിന്തുണ ഇപ്പോൾ തനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരവകാശവാദം. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിനെതിരെ ക്രിസ്തീയ സഭകൾക്കിടയിൽ നിലനിൽക്കുന്ന എതിർപ്പുകൾ പ്രയോജനപ്പെടുത്താൻ തനിക്ക് സാധിക്കും, ആ തരത്തിൽ സഭയുടെ പിന്തുണയുമുണ്ട് എന്നുള്ളതായിരുന്നു വികാരം. ആ പശ്ചാത്തലത്തിലായിരുന്നു PA ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന ഒരു പൊതുനിരീക്ഷണത്തിലേക്ക് എത്തിയത്. എന്നാൽ ആ സമയത്ത് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് BJP പ്രവർത്തകരും രണ്ടാം നിര നേതാക്കളും ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ടാകുന്നു. RSSും ഇതേ നിലപാടുമായി രംഗത്ത് വരികയും അമിത്ഷായുടെ ഫേസ്ബുക്കിലടക്കം ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നപ്പോൾ സംസ്ഥാന അധ്യക്ഷനും നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും ഒപ്പം സംഘടനാ സെക്രട്ടറിമാരും പങ്കെടുത്ത യോഗത്തിൽ വളരെ കൃത്യമായി RSS ഈ നിലപാട് ആവർത്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ശബരിമല പോലെ ഒരു വിഷയം കേരളത്തിൽ സജീവ ചർച്ചയാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അവിടെ ശബരിമല സമരത്തിൻ്റെ മുന്നണി പോരാളിയായി മാറിയ BJPയുടെ മുഖമായി ഒരു സമയത്ത്, അതായത് ശബരിമല പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്ത് മാറിയ കെ സുരേന്ദ്രന് തന്നെ സീറ്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നു വരികയും ചെയ്തു. അപ്പോഴും പത്തനംതിട്ട സീറ്റിൽ ആരായിരിക്കും മത്സരിക്കുക എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിന്നിരുന്നു. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പത്തനംതിട്ട ഒഴികെ മറ്റു 13 മണ്ഡലങ്ങളിലെ പേരുകൾ കേരളത്തിൽ പ്രഖ്യാപിച്ചത് അനിശ്ചിതത്വം നീട്ടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെ 1 മണിക്ക് പുറത്തിറങ്ങിയ രണ്ടാമത്തെ പട്ടികയിലും കെ സുരേന്ദ്രൻ്റെ പേരോ പത്തനംതിട്ടയുടെ പേരോ ഉണ്ടായിരുന്നില്ല. ഇത് BJP പ്രവർത്തകരെ ഏറെ നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കിയത് പൊതു സ്വീകാരനായ ആളുകളെ, ഒപ്പം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് എത്താൻ സന്നദ്ധരായിരിക്കുന്ന ആളുകളെ അടക്കം പരിഗണിക്കുന്നു എന്നുള്ളതായിരുന്നു.
ഇതിനിടയിലാണ് ഇപ്പോൾ എല്ലാ ആശങ്കകൾക്കും വിവാദങ്ങൾക്കും എല്ലാം വിരാമം ഇട്ടുകൊണ്ട് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഹോട്ട് സീറ്റാണ് ഇപ്പോൾ 3 മറ്റു നേതാക്കളെ പിന്തള്ളിക്കൊണ്ട് കെ സുരേന്ദ്രന് BJP കേന്ദ്ര നേതൃത്വം നൽകുന്നത്. അത്തരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പത്തനംതിട്ടയുടെ രാഷ്ട്രീയ പോരാട്ട ചിത്രം കൂടി വ്യക്തമാവുകയാണ്. UDF-ന് വേണ്ടി ആന്റോ ആന്റണി, LDF-ന് വേണ്ടി വീണ ജോർജ്, ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് BJP-ക്ക് വേണ്ടി NDA-ക്ക് വേണ്ടി കെ സുരേന്ദ്രനും എത്തുന്നതോടെ ശബരീശന്റെ നാട്ടിൽ പോരാട്ടം പൊടിപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമീന. ശരി, KP അഭിലാഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയ്ക്കു ശേഷം കോതമംഗലം ചെറിയ പള്ളിയിൽ വീണ്ടും സംഘർഷാവസ്ഥ. പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗം റമ്പാൻ യാക്കോബായ വിഭാഗത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങി. സുറിയാനി വിശ്വാസികളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മർത്തോമ ചെറിയ പള്ളിയിൽ മാസങ്ങൾക്കുള്ളിലിത് 3ാം തവണയാണ് സംഘർഷമുണ്ടാകുന്നത്. പ്രാർത്ഥന നടത്താനുള്ള കോടതി അനുമതിയുമായി ഓർത്തഡോക്സ് വിഭാഗം റമ്പാൻ എത്തിയതായിരുന്നു പ്രതിഷേധത്തിന്റെ കാരണം. പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തിലെ തോമസ് പോൾ റമ്പാനെ യാക്കോബായ വിശ്വാസികൾ തടഞ്ഞു. അമ്മയുടെ ഓർമ്മദിനമായതിനാൽ പ്രാർത്ഥനയ്ക്കായാണ് എത്തിയതെന്നും വിധി നടപ്പാക്കാൻ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും തോമസ് പോൾ റമ്പാൻ പറഞ്ഞു. എൻ്റെ മാതാവിൻ്റെ 1ാമത്തെ ചരമവാർഷിക ദിനമാണിന്ന്. ഞാനിവിടെ എൻ്റെ അമ്മയുടെ ശവസംസ്കാരം നടത്തിയതിന് ശേഷം ഈ പള്ളിയിലൊന്ന് വരുന്നതിനോ മാതാവിൻ്റെ കുഴിമാടത്തിൽ പോകാനോ ഇതുവരെ അനുവദിച്ചിട്ടില്ല. കോടതി വിധി മാനിക്കുന്നുവെന്നും ഓർത്തഡോക്സ് വിഭാഗത്തെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് യാക്കോബായ സഭാ വിഭാഗത്തിന്റെ മറുപടി. ഒരു കാരണവശാലും ഈ വ്യക്തിയെ എന്നല്ല, ഈ വിശ്വാസത്തിലുള്ള, പ്രത്യേകിച്ച് ഇദ്ദേഹം പറയുന്ന ഈ 34 പറയുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ ഈ ദേവാലയത്തിൽ ഒരിക്കലും ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല. കോടതി ഉത്തരവുണ്ടായിട്ടും അത് നടപ്പാക്കാതെ സർക്കാർ അവഗണിക്കുകയാണെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പരാതി. കോടതി ഉത്തരവുകൾ സാങ്കേതികം മാത്രമാണെന്നും അതിന്റെ മറവിൽ പള്ളി പിടിച്ചെടുക്കാനാണ് ശ്രമമെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ ആരോപണം. ന്യൂസ് 18 കൊച്ചി. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാനി പെൺകുട്ടിയെയും പ്രധാന പ്രതിയെയും ഇനിയും കണ്ടെത്താനാകാതെ പോലീസ്. അന്വേഷണം ബംഗളൂരുവിന് പുറമെ മഹാരാഷ്ട്രയിലേക്കും വ്യാപിപ്പിച്ചു. പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു. രാജസ്ഥാൻ നാടോടി കുടുംബത്തിലെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ന് 6 ദിവസം. പെൺകുട്ടിയെയും പ്രധാന പ്രതി റോഷനെയും ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവർ ബംഗളൂരുവിലേക്ക് കടന്നെന്നാണ് പോലീസിന് ലഭിച്ച ആദ്യ സൂചന. 2 സംഘം അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. തുടർന്നാണ് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത്. വനിതകൾ ഉൾപ്പെടുന്ന പ്രത്യേക ഷാഡോ സംഘത്തെയും പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ പരാജയപ്പെട്ട പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു. പരാതിയുമായി ചെന്നവരെ കേക്ക് പോലും ചെയ്യാതെ തിരിച്ചയക്കുക. നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ കുട്ടിയെ എത്രയും വേഗം കണ്ടെത്തി തിരിച്ചു കൊടുക്കുകയും. പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്നാരോപിച്ച് കൊല്ലം DCC നടത്തിയ 24 മണിക്കൂർ പ്രതിഷേധ കൂട്ടായ്മയുടെ സമാപനം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു ഉപവാസം. ന്യൂസ് 18 കൊല്ലം. കേരളത്തിൽ ചൂട് വീണ്ടും ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലടിയിൽ യുവതി മരിച്ചത് സൂര്യാഘാതം മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഇന്നു മുതൽ 4 ദിവസം സംസ്ഥാനത്ത് കൊടും ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. താപനില 4 ഡിഗ്രി വരെ ഉയരാം. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് താപനിലയിൽ ഏറ്റവും കൂടുതൽ വർധനയുണ്ടാവുക. മാർച്ച് 26 വരെ എല്ലാ ജില്ലകളിലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഉച്ചസമയത്ത് പുറം ജോലികൾ കഴിയുന്നതും ഒഴിവാക്കണമെന്നും നേരത്തെ തന്നെ നിർദ്ദേശമുണ്ട്. കാലടി ടൗണിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചത് സൂര്യാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. നായത്തോട് വെളിയത്തുകുടി സ്വദേശി അനിലയാണ് വ്യാഴാഴ്ച കുഴഞ്ഞു വീണ് മരിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ യുവതിയുടെ ശരീരത്തിൽ സൂര്യാഘാതമേറ്റ് പൊള്ളലേറ്റതിന്റെ കുമിളകൾ കണ്ടെത്തി. കടുത്ത നിർജ്ജലീകരണവും സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് പിടികൂടിയത് 1000 കോടി രൂപയുടെ ലഹരിമരുന്ന്. അന്താരാഷ്ട്ര ലഹരിമരുന്ന് കടത്തിന്റെ ഇടനാഴിയായി തലസ്ഥാന ജില്ല മാറിയെന്നാണ് വിലയിരുത്തൽ. മാഫിയെ ഇല്ലാതാക്കാൻ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെ നിയമ നടപടികൾ കർശനമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. ഹാഷിഷ് ഓയിൽ പോലെ വീര്യം കൂടിയതും അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്നതുമായ ലഹരിമരുന്ന് കടത്തിന്റെ ഇടനാഴിയായി തലസ്ഥാനം മാറിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ലഹരിമരുന്ന് തലസ്ഥാനത്തെത്തിച്ച് വിമാനത്താവളം വഴി കടത്തുകയാണ് രീതി. 6 മാസത്തിനിടെ തിരുവനന്തപുരത്ത് മാത്രം പിടികൂടിയത് 45 കോടിയുടെ ഹാഷിഷ് ഓയിൽ. സംസ്ഥാനത്താകെ പിടികൂടിയത് 88 കിലോ. ഈ ഓഫീസിൽ നിന്ന് മാത്രം 45 കിലോ
ഹഷീഷ് കഴിഞ്ഞ 9 മാസത്തിൽ പിടിച്ചു. അത് 45 കോടി രൂപയുടെ സാധനമായിരുന്നു. ഹാഷിഷ് ഓയിലിനും കഞ്ചാവിനും പുറമെ ബ്രൗൺ ഷുഗർ, MDMA, ലഹരി ഗുളികകൾ എന്നിവയും സംസ്ഥാനത്ത് വലിയ തോതിൽ വിറ്റഴിക്കുന്നു. വിദ്യാർത്ഥികൾ മുതൽ വ്യവസായികളും സമൂഹത്തിലെ ഉന്നത പദവിയിലുള്ളവരും ഈ ശൃംഖലയിലെ കണ്ണികളാണ്. താഴെ കിടക്കുന്ന പൈസ ഇല്ലാത്ത ജോലിയില്ലാത്ത ആളുകൾ മാത്രമേ ചെയ്യുന്ന പണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും ചെയ്യുന്നത് പൈസ കൂടുതലായതുകൊണ്ട് അലങ്കരിക്കുകയാണ്. നമ്മൾ മൂല്യങ്ങളെല്ലാം പോയി. ഇല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് ഒരു ടീച്ചറോ ഇല്ലെങ്കിൽ പ്രൊഫസറോ ഇല്ലെങ്കിൽ ഡോക്ടർ ഇത് ചെയ്യുമെന്ന് ആര് വിചാരിച്ചോ? അപ്പോൾ ആ അവസ്ഥയിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ നടപടികൾ കർശനമാക്കുകയാണ് എക്സൈസ് വകുപ്പ്. ഇതിന്റെ ഭാഗമായാണ് ലഹരി കടത്തിന് നേതൃത്വം നൽകുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ ആരംഭിച്ചത്. കുപ്രസിദ്ധ ലഹരി മരുന്ന് വ്യാപാരി മൂർഖൻ ഷാജിയുടെ സ്വത്ത് ഉടൻ കണ്ടുകെട്ടും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ ലോക്പാൽ അധ്യക്ഷനായ സുപ്രീംകോടതി മുൻ ജഡ്ജി പിനാക്കി ചന്ദ്ര ഘോഷ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിരുന്നു. ഏതു ഭരണ നേതൃത്വത്തിന്റെയും അഴിമതി അന്വേഷിക്കുന്നതിനുള്ള സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാൽ നിയമം പാസായ 7 വർഷത്തിനു ശേഷമാണ് രാജ്യത്തെ ആദ്യ ലോക്പാൽ നിലവിൽ വന്നിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദിലീപ് ബോസാലെ, PK മഹന്തി, അഭിലാഷകുമാരി, AK ത്രിപാഠി എന്നിവരാണ് ലോക്പാലിലെ ജുഡീഷ്യൽ അംഗങ്ങൾ. ദിനേശ് കുമാർ ജെയിൻ, അർച്ചന രാമസുന്ദരം, മഹേന്ദർ സിംഗ്, IP ഗൗതം എന്നിവരെ ലോക്പാൽ അംഗങ്ങളായും നിയമിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ സാമ്പലിൽ BJPയുടെ പ്രചാരണ പരിപാടിയുടെ സ്റ്റേജ് തകർന്ന് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. BJP കിസാൻ മോർച്ച നേതാവ് അവധേഷ് യാദവിന്റെ കാലൊടിഞ്ഞു. BJP സംഘടിപ്പിച്ച ഹോളി മിലൻ പരിപാടിക്കിടെയായിരുന്നു അപകടം. നേതാക്കൾ കൂട്ടമായ വേദിയിലേക്ക് ഇടിച്ചു കയറിയതാണ് സ്റ്റേജ് തകരാൻ കാരണമായത്.